ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ്. അപ്പോൾ ഇതിന്നൊക്കെ ആയിരിക്കും എസ്സേ വരുന്നത്. ഈ മാക്സിമ ആൻഡ് മിനിമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും പിന്നെ ഈ ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് എന്നൊക്കെ ആയിരിക്കാം. ഇതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു എസ്സേ വരുന്നത്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. എക്സ്ട്രീം പ്രോബ്ലംസ് വിത്ത് കൺസ്ട്രെയിൻസ്. In example 6 of the last section, we solved the problem of minimizing capital S is equal to xy plus 2xz plus 2yz subject to the constraint xyz minus 32 equal to 0. അപ്പം നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലമാണ് എഴുതിയിരിക്കുന്നത്. എസ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ നമ്മൾ xyz മൈനസ് 32 ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, അതാണ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ദി ഫോളോയിങ് ജനറൽ പ്രോബ്ലം. ഇപ്പം നമ്മൾ ചെയ്തതിനെ ഒന്നുകൂടെ ജനറലൈസ് ചെയ്ത് 3 വേരിയബിളിലും 2 വേരിയബിളിലും എഴുതിയിരിക്കുകയാണ്. 3 വേരിയബിൾ എക്സ്ട്രീമം പ്രോബ്ലം വിത്ത് 1 കൺസ്ട്രെയിൻറ്റ്. മാക്സിമൈസ് ഓർ മിനിമൈസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടത്. എഫിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ എസ് ആയിരുന്നു, ജിയുടെ സ്ഥാനത്ത് രണ്ടാമത് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ. We will also be interested in the following 2 variable version of this problem. 2 variable extremum problem with 1 constraint പറയുന്നത് maximize or minimize the function f of x is subject to the constraint g of xy equal to 0. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് പുതിയൊരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ദ മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി ഞാൻ തൽക്കാലം പറയുന്നില്ല, ഡയറക്റ്റ് തിയറത്തിലേക്ക് പോകുന്നു, എന്നിട്ട് പ്രോബ്ലം ചെയ്യുന്നു. തിയറം പറയുകയാണ്. ഈ തിയറം എങ്ങനെയാണ് കിട്ടിയെന്നാണ് ഇത്രയും ഇതിൻ്റെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അത് തൽക്കാലം ഞാൻ പറയുന്നില്ല. അപ്പോൾ തിയറം നോക്കാം. കൺസ്ട്രെയിൻറ്റ് എക്സ്ട്രീമം പ്രിൻസിപ്പൽ ഫോർ 2 വേരിയബിൾസ് ആൻഡ് 1 കൺസ്ട്രെയിൻറ്റ്. Let f and g be functions of 2 variables with continuous partial derivatives on some open set containing the constraint curve g of x equal to 0, and assume that del g not equal to 0 at any point on this curve. If f has a constraint relative extremum, then this extremum occurs at a point x naught y naught on the constraint curve at which the gradient vector del f and del g are parallel. That is, there is some number lambda such that del f is equal to lambda into del g. അപ്പം കൺസ്ട്രെയിൻറ്റ് എക്സ്ട്രീമം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ലെറ്റ് എഫും ജിയും 2 ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ് വിത്ത് കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം ഓൺ സം ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ദി കൺസ്ട്രെയിൻറ്റ് കർവ് ജി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എഫും ജി എന്നാണ് ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ് ആണ്, കണ്ടിന്യൂസ് ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉണ്ടായിരിക്കണം. എവിടാണ്? ജി ഓഫ് എക്സ് വൈനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റിനകത്ത്. ആൻഡ് അസ്യൂം ദാറ്റ് ഡെൽ ജി നോട്ട് ഈക്വൽ ടു 0 അറ്റ് എനി പോയിൻ്റ് ഓൺ ദിസ് കർവ്. അപ്പോൾ നമ്മൾ ഡെൽ ജി എന്ന് പറയുന്നത് ഈ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇഫ് എഫ് ഹാസ് എ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമം ദെൻ ദിസ് എക്സ്ട്രീമം ഒക്കേഴ്സ് അറ്റ് എ പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഓൺ ദി കൺസ്ട്രെയിൻഡ് കർവ് അറ്റ് വിച്ച് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഡെൽ എഫ് ആൻഡ് ഡെൽ ജി ആർ പാരലൽ. ഒരു കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമം ഉണ്ടെങ്കിൽ അത് ഒക്കർ ചെയ്യുന്നത് കൺസ്ട്രെയിൻഡ് കർവിലായിരിക്കും അറ്റ് വിച്ച് ദ ഗ്രേഡിയൻറ്റ് വെക്ടർ ഡെൽ എഫും ഡെൽ ജിയും പാരലാവുന്ന പോയിന്റിലായിരിക്കും. അതായത് ഇത് പാരലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നു മറ്റൊന്നിൻ്റെ സ്കെയിലർ മൾട്ടിപ്ലൈ ആവുക എന്നാണ്. ദാറ്റ് ഈസ് ദെയർ ഈസ് സം സ്കെയിലർ നമ്പർ ലാംഡ സച്ച് ദാറ്റ് ഡെൽ എഫ് ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി. എക്സാമ്പിൾ 1, അറ്റ് what point or points on the circle x square plus y square equal to 1 does f of x is equal to x into y have an absolute maximum and what is that maximum? അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 എന്ന് പറയുന്ന ആ കർവയിലെ എഫ് ഓഫ് എക്സ് വൈക്ക് അബ്സല്യൂട്ട് മാക്സിമം ഉണ്ടെങ്കിൽ എന്താണതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇക്വൽ ടു 1 ഈസ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റാണെന്നറിയാമല്ലോ. സർക്കിൾ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് സെറ്റാണ്. ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് വൈ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ എക്സ്ട്രീം വാല്യൂ തിയറം വെച്ചിട്ട് എഫിന് ഒരു അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ഈ സർക്കിളിൽ ഉണ്ടായിരിക്കും. ടു ഫൈൻഡ് ദീസ് എക്സ്ട്രീമ we will use a Lagrange multipliers to find the constrained relative extrema, and then we will evaluate f at those relative extrema to find the absolute extrema. അപ്പോൾ ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റീവ് എക്സ്ട്രീമ കണ്ടുപിടിക്കുന്നു. വി വാണ്ട് ടു മാക്സിമൈസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ. അപ്പം ഇത് നമ്മൾ എഴുതണം. ഇപ്പം ചോദ്യത്തിൽ വേറൊരു രീതി തന്നാലും ഈ സെൻറ്റൻസ് എഴുതണം. എന്ത് ചെയ്യണം? വി വാണ്ട് ടു മാക്സിമൈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ സബ്ജക്റ്റ് ടു ദ കൺസ്ട്രെയിൻറ്റ്
g of x is equal to x square plus y square minus 1 equal to 0. Okay. First we look for constrained relative extrema. For this purpose we will need the gradients del f is equal to അപ്പം കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീം നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഡെൽ എഫും ഡെൽ ജിയും കണ്ടുപിടിക്കാൻ അറിയാം എല്ലാവർക്കും. അത് കണ്ടുപിടിക്കുന്നു. ഫ്രം ദ ഫോർമുല ഡെൽ ജി വി സി ദാറ്റ് ഡെൽ ജി ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഡെൽ ജി എപ്പോഴാണ് 0 ആവുന്നത്, എക്സും 0 ആവുമ്പോഴും വൈ 0 ആകുമ്പോഴും മാത്രം. സോ ഡെൽ ജി നോട്ട് ഈക്വൽ ടു 0 അറ്റ് എനി പോയിന്റ് ഓൺ ദിസ് സർക്കിൾ. അപ്പോൾ ഈ നമ്മുടെ കർവിൽ ഡെൽ ജി എന്ന് പറയുന്നത് നോൺ സീറോ ആയിരിക്കണം എന്ന് ആ തീരത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഡെൽ ജി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഒരു 1 എന്ന് പറയുന്ന സർക്കിളിൽ 0 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇല്ല. അപ്പോൾ ഡെൽ ജി ഈ സർക്കിളിലെ പോയിൻറ്റുകളിലൊന്നും 0 ആവത്തില്ല. ദസ് അറ്റ് എ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമം വി മസ്റ്റ് ഹാവ് ഡെൽ ജി ഇസിക്കൽ ടു ലാംഡ. അപ്പോൾ കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് എക്സ്ട്രീമത്തിൽ നമുക്ക് ഡെൽ ജി ഇസിക്കൽ ടു ഡെൽ ഫിസിക്കൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഐൻ്റെയും ജെയിൻ്റെയും കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഫോളോസ് ഫ്രം these equations that if x equal to 0 then y is equal to 0 and if y is equal to 0 then x is equal to 0. In either case we have x square plus y square equal to 0. അപ്പോൾ എക്സ് 0 ആണെങ്കിൽ വൈ 0 ആവും, വൈ 0 ആണെങ്കിൽ എക്സ് 0 ആവും. എങ്ങനെയായാലും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആവും. സോ ദ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ വരും. ദാസ് വി ക്യാൻ അസ്യൂം ദാറ്റ് എക്സും വൈ നോൺ സീറോ ആണെന്ന് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് വി ക്യാൻ റീറൈറ്റ് ദി ഇക്വേഷൻസ് ആസ് ലാംഡ എന്ന് പറയുന്നത് എന്തെന്ന് എഴുതും, വൈ ബൈ 2x. ലാംഡ എന്ന് പറയുന്നത് രണ്ടാമത്തതൊന്നും എക്സ് ബൈ 2y എന്ന് കിട്ടും. ഇക്വേറ്റ് ചെയ്യുന്നു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് 2x സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രം വിച്ച് വി ഒബ്റ്റെയിൻ എക്സ് എന്തെന്ന് കിട്ടും, എക്സ് പ്ലസ് ഓർ മൈനസ് 1/√2 എന്ന് കിട്ടും. ഈച്ച് ഓഫ് ദീസ് വാല്യൂസ്. അപ്പോൾ ഇതിനകത്തുള്ള ഇക്വേഷൻ 6 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. എക്സിൻ്റെ വാല്യൂസ് കൊടുത്താൽ y കിട്ടും. അപ്പം എക്സിന് ഈ രണ്ട് വാല്യൂസ് ഉണ്ട്, വൈക്ക് ആ 2 വാല്യൂസ് ഉണ്ട്. ഇതെല്ലാം പല രീതിയിൽ നമുക്ക് പെയർ ചെയ്തെടുക്കുമ്പോൾ 4 പോയിൻറ്റുകൾ കിട്ടും. അപ്പം ഇനി നമ്മൾ ഓർഡേഡ് വേറെ എക്സ് വൈ 4 പോയിൻറ്റുകൾ എഴുതി എന്നിട്ട് എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കുന്നു. ഇതിനകത്തിലെല്ലാം അതായത് എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് എക്സ് വൈയുടെ വാല്യൂസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ റിലേറ്റീവ് എക്സ്ട്രീമുകളെല്ലാം കിട്ടി. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ ഹാസ് ആൻ അബ്സല്യൂട്ട് മാക്സിമം 1/2 ഒക്കറിങ് അറ്റ് ദി പോയിൻറ്റ്സ്. എവിടെയാണ് അതേപോലെ 1/√2 എന്ന് പറയുന്ന പോയിൻറ്റിൽ. ആൻഡ് -1/√2 ഇത് തന്നെ ഒക്കെ കിട്ടുന്നുണ്ട്. അതേപോലെ അബ്സല്യൂട്ട് മിനിമം -1/2 കിട്ടുന്നത് 1/√2 -1/√2 ആൻഡ് -1/√2, 1/√2. ഓക്കെ, വേറെ 2 പോയിൻറ്റുകളിലാണ്. ഓക്കെ, ഫിഗർ കണ്ടോ? അതായത് നമ്മുടെ സർക്കിൾ വരച്ചിരിക്കുന്നു. എന്നിട്ട് ഈ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു വൈ എന്ന് പറയുന്ന ആ ഒരു കർവാണ് വരച്ചിരിക്കുന്നത്. കർവിൻ്റെ മാക്സിമവും മിനിമവും എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു നോക്കിക്കേ, ഷോ ദാറ്റ് സം ലെവൽ എക്സ് വൈ ഇസ് ഈക്വൽ ടു സി എന്ന് പറയുന്നതിൻ്റെ ലെവൽ കർവുകൾ വരച്ചിരിക്കുന്നു. ഓരോ സിക്കും എക്സ് വൈയുടെ ഓരോ എക്സ് വൈ സിക്കൽ 1-ന് എക്സ് വൈ സിക്കൽ ഓരോ 0.5-ന് 0.4-ന് എല്ലാത്തിനും അവിടെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആ മാക്സിമം മിനിമം കിട്ടുന്ന പോയിൻ്റ് കൂടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ.